മാലിക്കി ഫെസ്റ്റ് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. നേരെ നങ്കൂരമിട്ട നാട് എന്നാണ് ഇതിൻ്റെ പ്രമേയം. ഇന്നത്തെ ഔപചാരികമായി അധ്യക്ഷ പ്രഭാഷണം നടത്തിയ ഓണംപള്ളി മുഹമ്മദ് ഫൈസി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്. വേദിയിൽ അതിഥിയായിട്ട് വന്നിട്ടുള്ള തൻ്റെ ശാരീരികമായിട്ടുള്ള പരിമിതികളൊക്കെ തന്നെ ധിഷണ കൊണ്ടും മനക്കരുത്ത് കൊണ്ടും അതിജീവിച്ച കുട്ടിയാണ് അയാൾ. വേദിയിലെല്ലാവരും ഞാൻ അഭിസംബോധന ചെയ്യാം. എനിക്കിന്നൊരു നിമിത്തം പോലെ തോന്നിയത്, ഓണംപള്ളി ഉസ്താദ് അദ്ദേഹം സൂഫിസത്തെയും സംഗീതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു നിമിത്തമായിപ്പോയി. ഇന്ന് ഞാൻ അതിനെക്കുറിച്ചുള്ള ലേഖനം എഴുതി പിന്നെ ഗൾഫ് സത്യധാരയ്ക്ക് അയച്ചിട്ടേ ഉള്ളൂ. എന്നാണ് ഞാനത് അയച്ചത്. ഒരു കാരണമുണ്ടായി. അത് ഖൈറാബാദിയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1921 മലബാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് അറിയാം നിങ്ങൾക്ക്. അത് വളരെ ബഹുസ്വരമായ പുസ്തകമായിരുന്നു. അപ്പം അതിൻ്റെ തുടർച്ചയായി ഈ 21-22 കാലഘട്ടത്തിലേക്ക് അൻഡമാനിലേക്ക് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ജനസമൂഹത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം കൂടി വരാനിരിക്കുക. അതിൻ്റെ 10 അധ്യായം പൂർത്തിയായി. അപ്പം അതിനു വേണ്ടിയിട്ട് ഉള്ള അതിൻ്റെ രചനാവേളയിൽ അന്തമാനിൽ ആണ് ഖൈറാബാദിയുടെ ഖബർസ്ഥാനുള്ളത്. അതെല്ലാ വിഭാഗം ആളുകളുടെയും ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണത്. സൂഫികളുടെയൊക്കെ എല്ലാ ഖബറിടങ്ങളും അങ്ങനെ തന്നെയാണ്. അത് അവർ കൊണ്ടുവന്ന ബഹുസ്വരതയുടെ ആശയം കൊണ്ടു കൂടിയാണത് വന്നത്. സൂഫിസത്തെക്കുറിച്ച് ഞാനെപ്പോഴും പറയാറുള്ളത്, ഇറാ ഗുഹയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു നേർത്ത തെളിനീരിൻ്റെ ചാലാണ് സൂഫിസം എന്ന് ഞാനെപ്പോഴും പറയും. കാരണം ഇസ്ലാമിനെക്കുറിച്ച് വായിക്കുന്നവരൊക്കെ ഇസ്ലാം അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പിറവിയെടുക്കുന്നത് സത്യത്തിൽ ഒരു ധ്യാനത്തിൽ നിന്നാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് തന്നെയാണ് ഇസ്ലാമിനകത്ത് യുദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് ചില അനിവാര്യമായ ഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു പോകുന്ന. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചത് തന്നെ സമാധാനത്തിന് വേണ്ടിയായിരുന്നു എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. ആവുന്നിടത്തോളം യുദ്ധമോ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. ഹുദൈബിയ സന്ധിയൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ അവിടെ തൊട്ടുണ്ട് സൂഫിസത്തെ എതിർക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാറുണ്ട്, ആ ധ്യാനസാരത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകനെ ഞാൻ ബുദ്ധൻ എന്നാണ് വിളിക്കാറ്. ഞാനെപ്പോഴും വിളിക്കുന്നത് ബുദ്ധൻ എന്നാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ബുദ്ധൻ എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ ഗൗതമനാണ്. അങ്ങനെയല്ല, പ്രബുദ്ധത കൈവരിച്ചയാളെന്നാണ് അർത്ഥം. അത്രയേ ഉള്ളൂ. പ്രബുദ്ധത എങ്ങനെയും കൈവരിക്കാം. അത് പിപ്പല മരത്തിൻ്റെ ചുവട്ടിൽ ഗയയിൽ വെച്ചിട്ട് BC സിദ്ധാർത്ഥ ഗൗതമന് വെളിപാടുണ്ടാകുന്നു. മുഹമ്മദ് നബിക്ക് ഹിറാ ഗുഹയിൽ വെച്ച് അതുണ്ടാകുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രബുദ്ധത എന്ന് പറയുന്നത് അത്യാവശ്യം ആശയമുള്ളൂ. നമ്മൾ വാക്കുകൾ അങ്ങനെയാണ് നമ്മൾ വാക്കുകളൊക്കെ നമ്മളിങ്ങനെ വളരെ വികലമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. എത്രയോ ആളുകൾ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഹലാൽ എന്ന് പറയുന്ന വാക്കിനെയൊക്കെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമായിട്ടുള്ളത് എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കൽ ഈ ഹലാൽ എന്ന് പറഞ്ഞ വാക്കിനൊക്കെ എതിരായിട്ട് സംസാരിച്ചൊരു സംഘപരിവാറുകാരനോട് പറഞ്ഞത്, നിങ്ങളെപ്പോഴേലും ചൈനയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയോളത്തോടത്തോളം നിങ്ങൾ പാറ്റേനെയും പുഴുവിനെയും പല്ലീനെയും പിന്നെ പാമ്പിനെയൊന്നും തിന്നുന്ന ആളല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
ഇതൊന്നും ഭക്ഷിക്കാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹലാൽ എന്ന് എഴുതിയ ബോർഡ് കണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാമ്പിനെ തിന്നേണ്ടി വരും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്. എന്നുവെച്ചാൽ അനുവദനീയം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പാമ്പിനെയും പുഴുവിനെയൊക്കെ നിങ്ങൾക്ക് തിന്നേണ്ടി വരും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുക ചെയ്തു. അപ്പോൾ അതാണ്, വാക്കുകൾ അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ വൈഫ് തന്നെയും അടുത്തിടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഇതാണ്. സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ ഈ എന്താ വെച്ചാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ നേര് നങ്കൂരമിട്ട നാട് എന്നുള്ള, അതെല്ലാ ദേശങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ ദേശങ്ങളും അങ്ങനെയാണ്. എല്ലാ ദേശങ്ങളും വൈവിധ്യങ്ങളുടേതാണ്. പലതരത്തിലുള്ള മതവിശ്വാസവും സാംസ്കാരിക ധാരകളും ചേർന്ന ഈ പ്യൂരിറ്റൻ ആശയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു ഫാസിസ്റ്റ് ആശയമാണ്. അതായത് ഈ കിം ലെവിൻ എന്ന് പറയുന്ന വലിയ സൈദ്ധാന്തിക ചിത്രകലയെക്കുറിച്ച് എഴുതുമ്പോൾ അറിയാലോ, ഞാൻ ഈ ചിത്രകലാ വിമർശനം കൂടിയാണ് കേട്ടോ. കലാവിമർശനത്തിൽ അപൂർവമായിട്ട് ലേഖനം എഴുതുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കലാവിമർശന സംബന്ധിയായിട്ടുള്ള 3ാമത്തെ പുസ്തകം വരാൻ പോവാം. അപ്പോൾ പോസ്റ്റ് മോഡേണിസത്തെ കിം ലെവിൻ അവർ നിർവചിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, പോസ്റ്റ് മോഡേണിസം ഇംപ്യൂർ ആണെന്നാണ്. മോഡേണിസം വളരെ പ്യൂറായിരുന്നു. ആ ഒരു തരത്തിലുള്ള വൈവിധ്യങ്ങളെ ഇത് പലപ്പോഴും മോഡേണിസം അംഗീകരിച്ചിട്ടില്ല. പൂർണ്ണമായ അർത്ഥത്തിലല്ല പറഞ്ഞത്, അതിലും വ്യത്യസ്ത ധാരകളൊക്കെ ഉണ്ട്. അപ്പോൾ പോസ്റ്റ് മോഡേൺ ആകുമ്പോഴേക്കും ഇത് ഇംപ്യൂർ ആവുന്നു എന്ന് ഈ ഫിഗറേഷനെ കുറിച്ച്, അബ്സ്ട്രാക്ഷനിൽ നിന്ന് ഫിഗറേഷൻ വീണ്ടും തിരിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള ആശയം അവതരിപ്പിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. ഹിറ്റ്ലർ ഈ ഒരു പ്യൂരിറ്റൻ ആശയം മുന്നോട്ട് വെച്ച ആളാണ്. ശുദ്ധ രക്തവാദം യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. അത് ജനിതക ശാസ്ത്രത്തിനെതിരല്ലേ ശുദ്ധരക്തം എന്ന് പറയുന്നത്. അത്ഭുതകരമായൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു വിഭാഗം ആളുകളുടെ ജനിതക പരിശോധന നടത്തിയപ്പോൾ അവർക്ക് ആഫ്രിക്കയായിട്ടാണ് ബന്ധം. ആലോചിച്ച് നോക്കത്, അതെങ്ങനെ വന്നു? നമ്മൾ പറയുന്നത് 1000 ആണ്ടിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പത്തെ സംസ്കാരത്തെക്കുറിച്ചാണ്. അതല്ല, ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് നമ്മൾ പറയേണ്ടത്. ലക്ഷക്കണക്കിന് വർഷം കൊണ്ടാണ് ഈ മനുഷ്യ സമൂഹം ഇങ്ങനെ പരിണമിച്ചു വരുന്നത്. ഒരു കൗതുകകരമായൊരു കാര്യം, ഈ യാത്ര നടത്തിയാൽ ഇത്തരത്തിലുള്ള മൗഢ്യങ്ങളൊക്കെ ഇല്ലാതെയും. ഞാനൊരിക്കൽ ഗോവയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വളരെ അവിചാരിതമായി ഒരു ആഫ്രിക്കക്കാരൻ അവിടെ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ആ കാറിൻ്റെ പെയിൻ്റൊക്കെ വൃത്തിയാക്കി കൊടുക്കുക, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു എന്താണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അപൂർവമായിട്ടൊക്കെ ഈ ഫുട്ബോൾ കളിക്കൊക്കെ ധാരാളമായിട്ട് ആഫ്രിക്കക്കാർ വരുന്നു. അപ്പോൾ ആഫ്രിക്കക്കാർ ഫുട്ബോൾ കളിക്ക് വരുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു പണിയെടുക്കുന്നതായിട്ടൊന്നും എനിക്കറിയില്ല. ടെക്സ്റ്റൈൽ മേഖലയിൽ അപൂർവമായിട്ട് തിരുപ്പൂരിലൊക്കെ ഇങ്ങനെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിങ് മേഖലയിലൊക്കെ ആഫ്രിക്കക്കാർ വർക്ക് ചെയ്യുന്നവരാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ തൊഴിലാളിയായിട്ട് ഒരു ആഫ്രിക്കക്കാരൻ ഭാവിയിലുണ്ടായിക്കൂടെയൊന്നുമില്ല കേട്ടോ. എല്ലാ പ്രദേശത്തും ഫിലിപ്പൈൻസിൽ നിന്നൊക്കെ വരുമല്ലേ. അപ്പോൾ ഗോവയിൽ അതില്ലല്ലോ എന്ന് അന്വേഷിച്ചിട്ട് ഞാൻ നോക്കുക. അപ്പോൾ കുറച്ച് പേര് നിന്നപ്പോൾ വേറൊരാളെ കാണാനുണ്ട്. അപ്പം ഞാനിതിൻ്റെ വഴിയെ പോവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്താണ് എല്ലാം നിരീക്ഷണം നടത്തിയോ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ബോധ്യമായത്. ഇത് പഴയ കാലത്ത് നമ്മൾ മംഗലാപുരത്ത് കൂടെ നമ്മൾ ഗോവയിലേക്ക് പോകുമ്പോൾ ആ സുബ്രഹ്മണ്യം എന്നൊക്കെ പറയുന്ന ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്ന മല പ്രദേശമുണ്ട്. അവിടെ ഒരു ചെറിയ ഗോത്ര സമൂഹമുണ്ട്. അവരിൽപ്പെട്ട ആളുകൾ ഈ ഗോത്ര സമൂഹത്തെക്കുറിച്ചുള്ള പഠനം എന്താ വെച്ചാൽ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അന്നത്തെ റൊഡേഷ്യ എന്ന്, ആഫ്രിക്കയിലെ റൊഡേഷ്യ പ്രവിശ്യയിൽ നിന്ന്, അന്നത്തെ റൊഡേഷ്യ പ്രവിശ്യയിൽ നിന്ന് പണിക്കാരായി കൊണ്ടുവന്ന ആളുകളാണ് ആഫ്രിക്കയാണ് അവർ. അപ്പോൾ നോക്കൂ, അവർ പിന്നീട് അവിടെ സെറ്റിൽ ചെയ്തു. അങ്ങനെയല്ലേ? എല്ലാ പ്രദേശത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. കരീബിയൻ ദ്വീപ് സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനിടയ്ക്ക് കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലേക്ക് ധാരാളമായിട്ട് ആളുകളെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നാടുകടത്തിയിട്ടുണ്ട്. അവിടേക്ക് നാടുകടത്തിയിട്ടുണ്ട്. അവിടെയുണ്ട് ജനസമൂഹങ്ങൾ.
അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ ആദാനപ്രദാനങ്ങൾ കൊടുക്കൽ വാങ്ങലുകളാണ്. അത് വ്യാപാരത്തിന് വേണ്ടി മാത്രമൊന്നുമല്ല. മതങ്ങൾ യഥാർത്ഥത്തിൽ മതങ്ങൾ രാജ്യാന്തരമായ സഞ്ചാരങ്ങളിലേക്ക് മത ആശയങ്ങൾ പോകുന്നത്, പ്രബോധകർ സഞ്ചരിക്കുന്നത് കച്ചവടക്കാരുടെ വഴിയിലൂടെയാണ്. ചൈനയിലേക്ക് ഇന്ത്യയിലെ ബുദ്ധമത സന്യാസികൾ യാത്ര ചെയ്യുന്നത് പട്ടുപാതയിലൂടെയാണ്, സിൽക്ക് റൂട്ട്. അതിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കച്ചവടം ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണ്. കച്ചവടം വളരെ മഹത്തായ പ്രവർത്തനമായിട്ടാണല്ലോ ഇസ്ലാം കാണുന്നത്, അല്ലേ? പ്രവാചകനൊക്കെ ആ വഴിയിലൂടെ ഉണ്ടായിരുന്നല്ലോ. കൊടുക്കൽ വാങ്ങലുകളാണ്. അങ്ങനെ വലിയ കച്ചവട യാത്രകളിലൂടെയാണ് സംസ്കാരത്തെക്കുറിച്ച് അറിയാം. ഇവിടെ ഈ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ദേവാംഗ ചെട്ടിയാന്മാർ കുറച്ചുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ലേൻ്റെ അതിർത്തിയിലാണ് ദേവാംഗ ചെട്ടിയാന്മാർ എന്ന് പറയുന്ന ഒരു നെയ്ത്ത് സമൂഹം ഉള്ളത്. അപ്പോൾ അവിടെ പഴയന്നൂർ എന്ന് പറയുന്നത്, പഴയന്നൂർ തൃശ്ശൂർ ജില്ലയാണല്ലോ, അല്ലേ? പഴയന്നൂരോട് ചേർന്ന് കിടക്കുന്നതാണ് ദേവാംഗ ചെട്ടിയാന്മാരുടെ ഗ്രാമം. യഥാർത്ഥത്തിൽ അത് കുറേ ഭാഗം തൃശ്ശൂരാണ്, പാലക്കാടല്ല. ആ ദേവാംഗ ചെട്ടിയാന്മാർ കർണാടകത്തിൽ നിന്ന് നെയ്ത്ത് പണിക്ക് വേണ്ടി വന്ന ആളുകളാണ്. അവരുടെ വീടുകളിൽ അവർ സംസാരിക്കുന്നത് ഭാഷ കന്നഡയാണ്. അതുപോലെ ഞാനൊരിക്കൽ തമിഴ്നാട്ടിൽ നിന്നിങ്ങനെ കേരളത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കിഴക്കൻ പാലക്കാട് എത്തിയപ്പോൾ ഒരു വലിയൊരു ഇടയപ്പറ്റങ്ങളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളെ കണ്ടു. അപ്പോൾ ആ യാത്ര ചെയ്യുന്ന ആളുകളെ കണ്ടപ്പോൾ തമിഴാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവരോട് സംസാരിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ വാഹനം നിർത്തി കുറച്ച് ഫോട്ടോ എടുത്തു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു വ്ളോഗർ പറഞ്ഞു, മാഷ അവരെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ആ വീഡിയോ എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ അലക്ഷ്യമായി സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ ആട്ടിൻപറ്റങ്ങളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഈ സമൂഹം ഞാൻ ഡക്കാൻ പീഠഭൂമിയിൽ വെച്ച് ധാരാളമായിട്ട് അവരെ കണ്ടിട്ടുണ്ട്. ധൻഗർ എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുക. കർണാടകത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും അതിർത്തിയിലാണ് ഈ ധൻഗർ എന്ന് പറയുന്ന സമൂഹമുള്ളത്. അവർ മഴയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ 600-700 കിലോമീറ്ററാണ് അവർ ആട്ടിൻപറ്റങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ധൻഗർ എന്ന് പറഞ്ഞല്ലോ, ധൻഗർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചത് മലയാളത്തിലാണെങ്കിലും ആ തമിഴ് സംസാരിക്കുന്ന ആ ഇടയ ഗോത്രത്തിലെ ആ പ്രതിനിധിക്ക് ഞാൻ സംസാരിച്ചെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളും ധൻഗറാണെന്ന്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വന്നപ്പോൾ ചോദിച്ചു. പറഞ്ഞു, ഞങ്ങൾ ധൻഗറാണ്, മാത്രമല്ല ഞങ്ങൾ ഈ കോയമ്പത്തൂർ എയർപോർട്ടിനടുത്താണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഇടയ സമൂഹം കൂടുതൽ ജീവിക്കുന്നത്. ഞങ്ങളെല്ലാം വീട്ടിൽ സംസാരിക്കുന്നത് കന്നഡയാണ്, ഞങ്ങൾ ധൻഗറാണ്. ഞങ്ങൾ മറാഠി സംസാരിക്കുന്നവരാണ്, കന്നഡ സംസാരിക്കുന്നവരാണ്, ഞങ്ങൾ ധൻഗറാണ്. അപ്പോൾ ഇങ്ങനെ ഈ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ സംസ്കാരം ഇങ്ങനെ പരിപുഷ്ടിപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നോക്കുക, പല സമൂഹങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പി ടി ഉഷയുടെയൊക്കെ നാടുണ്ടല്ലോ, വടകരയ്ക്കടുത്ത്, അവിടെ കുറച്ച് അഫ്ഗാനികളുണ്ട്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയിട്ടുള്ള ആളുകളാണ് അഫ്ഗാൻകാർ. അവർ ജനസമൂഹമായിട്ട് അവിടെ ഉണ്ട്. കാബൂളിൽ നിന്നൊക്കെ ആളുകൾ വന്നില്ലേ, കാബൂളുകളിൽ നിന്നൊക്കെ നടന്നിട്ട് ആളുകൾ വന്നില്ലേ. അങ്ങനെ അതുകൊണ്ടല്ലേ കാബൂളിവാല എന്ന് പറയുന്ന പുസ്തകം ടാഗോർ രചിക്കാനുള്ള കാരണം അതല്ലേ. പ്രധാനങ്ങൾ സൂഫികളുടെ സഞ്ചാര വഴികൾ തന്നെ നോക്കൂ. ഇപ്പോൾ ക്രിസ്ത്യൻ യോഗികളുടെ സഞ്ചാര വഴികൾ തന്നെ നോക്കും. എത്ര ദൂരമാണ് അവർ സഞ്ചരിക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ യാത്ര ചെയ്ത ആളുകളുണ്ടാവും, ഇനി യാത്ര ചെയ്യാൻ പോകുന്ന ആളുകളാണ്. യാത്ര ചെയ്യാൻ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഡക്കാൻ പീഠഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബന്ദനബാസ് ഗിസുദിരാസ് എന്ന് പറയുന്ന വലിയ സൂഫി ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള വലിയ സൂഫിയൂരിൻ്റെ കബറിടം നിങ്ങൾ കാണണം, ഗുൽബർഗ. അതെങ്ങനെയാണ് വരുന്നത്? നല്ല കൗതുകരമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. അദ്ദേഹം യഥാർത്ഥത്തിൽ പിന്നെ നന്ന കുഞ്ഞായിരിക്കുന്ന സമയത്താണ് തുഗ്ലക് പരിഷ്കാരത്തിൻ്റെ ഭാഗമായി ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റുക, അല്ലേ? ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റുന്നു. ആ ദേവഗിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഔറംഗാബാദ് പ്രദേശമാണ് ഈ ദേവഗിരി.
അവിടേക്ക് തലസ്ഥാനം മാറ്റിയ സമയത്ത് ഡൽഹിയിൽ നിന്ന് ഒരു വർഷക്കാലം നീണ്ട ക്ലേശകരമായ യാത്രയിലൂടെ കുറേ ആളുകൾ വരുന്നു. ആ വരുന്നവരുടെ കൂട്ടത്തിലാണ് ഈ മനുഷ്യൻ തൻ്റെ കുട്ടിയെയും കൊണ്ട് യാത്ര ചെയ്യുന്നു. അദ്ദേഹം പിന്നീട് അവിടെ വെച്ച് മരണപ്പെടും. അദ്ദേഹത്തെ കബറടക്കിയത് അവിടെ തന്നെയാണ്. പിന്നീട് ചിസ്തിയൻ പാതയിലൂടെ സഞ്ചരിച്ച് വലിയ യോഗ്യവര്യനായതിനു ശേഷം ഈ ബന്ദ നവാസ് ഗിസുദിറാസ് ഏതാണ്ട് കുറേ, എനിക്ക് തോന്നുന്നു 60 വയസ്സൊക്കെ 70 വയസ്സിൻ്റെ ഒക്കെ അടുക്കുന്ന സമയത്തായിരിക്കണം അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ഖബറിടം അന്വേഷിച്ച് യാത്ര ചെയ്യാൻ വിട്ടു. അങ്ങനെ വരിക. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചാൽ ബിജാപ്പൂരിൽ ഡക്കാൻ പീഠഭൂമിയിൽ ഉള്ള ബിജാപ്പൂർ ഗുൽബർഗ ഒക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ഡക്കാനി സുൽത്താൻമാർക്ക് എല്ലാവർക്കും അവർക്ക് ഗുരുനാഥനില്ല. അപ്പോൾ ഞങ്ങളെ ഗുരുനാഥനായിട്ട് ഇരിക്കാമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കാം. അങ്ങനെ സുൽത്താൻമാരെ അദ്ദേഹത്തിന് ഒരു മദ്രസ ഉണ്ടാക്കി കൊടുത്തു. ആ മദ്രസ കാണാൻ നിൽക്കുക. അങ്ങനെയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. ഈ മദ്രസയെക്കുറിച്ചുള്ള ഏറ്റവും രസകരമായ ഒരു ചരിത്രം എന്താ വെച്ചാൽ, ധാരാളം ഹിന്ദു പണ്ഡിതന്മാർ ഈ മദ്രസയിലേക്ക് വരുമായിരുന്നു. ഈ സൂഫി യോഗിയുമായി സംവാദത്തിലേർപ്പെടാൻ, സംസാരിക്കാൻ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സ്വീകരിക്കാൻ, പങ്കിടാൻ, സംവാദത്തിലേർപ്പെടാൻ ഒക്കെയായി ആ മദ്രസയിലേക്ക് വരുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ ആ സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ കബറിടം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും തീർത്ഥാടന കേന്ദ്രമായി മാറുന്നത്. അങ്ങനെയാണ്. അത്ഭുതകരമാണ് മനുഷ്യൻ്റെ യാത്ര. ഇപ്പോൾ നിങ്ങൾ ചരിത്രം പഠിക്കുന്ന കുട്ടികളാണ്. ലോകത്ത് വായിക്കപ്പെട്ട 2 ലിപികൾ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയാലോ, നല്ല കൗതുകരമായൊരു അറിയിപ്പ് തമിഴ്നാട്ടിലുണ്ട്. സൈന്ധവ സ്ക്രിപ്റ്റ് വായിക്കുകയാണെങ്കിൽ 8 കോടി രൂപയായിട്ടാണ് അവർ സമ്മാനം പ്രഖ്യാപിച്ചത്. പലരും ഇത് വായിക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞിട്ടില്ല. സൈന്ധവ നാഗരികതയുടെ ഭാഗമായിട്ട് സ്ക്രിപ്റ്റ് ആർക്കും വായിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു രാമൻ എന്ന് പറയുന്ന ഒരാൾ വായിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വായിക്കാനൊന്നും സാധിച്ചില്ല. അത് പ്രൂവണല്ല. എന്നാൽ ലോകത്ത് ഹിറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ഒരു അക്ഷരമാലയുണ്ട്. അതിന് നമ്മൾ ചിത്രാക്ഷരമാല എന്ന് പറയും. ഈജിപ്തിലുണ്ടായിരുന്ന ഹിറോഗ്ലിഫിക്സ്. പോൾ ക്ലേ പോലുള്ള ആധുനിക ചിത്രകാരന്മാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ചിത്രഭാഷ കൂടിയാണ് ഹിറോഗ്ലിഫിക്സ്. വളരെ ലളിതമാണ്. നമ്മൾ സൂര്യനെ വരയ്ക്കാൻ പറഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ വരയ്ക്കില്ല അല്ലേ? ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ സൂര്യൻ, ഇങ്ങനെ മാത്രം ഇട്ടാൽ അത് ചന്ദ്രൻ അല്ലേ, ഇങ്ങനെ ഇട്ട ഒരു വരയിട്ടാൽ അത് ജലം എന്നൊക്കെയാണ് അതിൻ്റെ പ്രതിനിധാനങ്ങൾ. ഇതാണ് പിന്നീട് ഈ ചിത്രാക്ഷരമാലയിൽ നിന്നാണ് പോൾ ക്ലീ എന്ന് പറയുന്ന ആധുനിക ചിത്രകാരൻ, പിക്കാസോവിനെ പോലെയൊക്കെ ലോകം വേറെ ആദരിക്കുന്ന ചിത്രകാരൻ തൻ്റെ ചിത്രഭാഷ എന്ന് വികസിപ്പിച്ചെടുക്കുന്നു. എന്നാൽ കൃത്യമായി വായിക്കാൻ കഴിഞ്ഞത് ക്യൂണിഫോം എന്ന് പറയുന്ന അക്ഷരമാലയാണ്. ക്യൂണിഫോം. ഈ ക്യൂണിഫോം ഉണ്ടായിരുന്നത് മെസൊപ്പൊട്ടേമിയയിലാണ്. ആ മെസൊപ്പൊട്ടേമിയയിൽ ഈ ക്യൂണിഫോമിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം പിൽക്കാലത്ത് വായിക്കാൻ കഴിഞ്ഞു. അതാണ് ലോകത്ത് വായിക്കപ്പെട്ട ആദ്യത്തെ ഏറ്റവും പൗരാണികമായ ഗ്രന്ഥം എന്ന് പറയുന്നത്. അത് എങ്ങനെ എഴുതാമെന്ന് പറയും. അത് ഈ മണ്ണുകൊണ്ട് ടാബ്ലറ്റുകൾ ഉണ്ടാക്കും, ചെറിയ ഇഷ്ടിക. അതിൽ പച്ചയാകുമ്പോൾ തന്നെ അതിൽ എഴുതും, പിന്നെ ഉണക്കും, സൂക്ഷിക്കും. ഇതാണ് പുസ്തകം. ഇതാണ് മണ്ണിൻ്റെ പുസ്തകം. അതിങ്ങനെ ലൈബ്രറിയിൽ എടുത്തു വയ്ക്കും. ഇറാഖ് യുദ്ധ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ലോകത്തിൻ്റെ ഈ പൈതൃകത്തിൻ്റെ ഭാഗമായി ഈ മണ്ണിൻ്റെ പുസ്തകങ്ങളൊക്കെ പോയി എന്നാണ്. പക്ഷേ നമ്മൾ ധരിച്ചത് ബോംബാർട്ട്മെൻറ്റിൽ നശിച്ചു പോയി എന്നല്ല യഥാർത്ഥം സംഭവിച്ചു. കടത്തിക്കൊണ്ടുപോയി. അത് പിന്നീട് ആൻറ്റിക് മാർക്കറ്റിലൊക്കെ വരെ എത്തിയെന്നാണ് കേൾക്കുന്നത്. അതാണിത് മണ്ണിൻ്റെ പുസ്തകം. ആ മണ്ണിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന് പറയുന്നതാണ് ഗിൽഗമേഷ് പുരാവൃത്തം. ഈ ഗിൽഗമേഷ് പുരാവൃത്തത്തിൽ എങ്കി എന്ന് പറയുന്ന ദേവൻ അമരത്വം അന്വേഷിച്ചിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ആ യാത്രയുടെ ഒരു അവസാനം എന്ന് പറയുന്നത് ബഹറിനാണ്. അവിടെയാണ് വരുന്നത്. അവിടെയാണ് ബാർബ ടെമ്പിൾ. അപ്പോൾ ഈ മനുഷ്യൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചാൽ ഇങ്ങനെ നിരന്തരമായ യാത്രകളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ അറേബ്യയിൽ യാത്ര ചെയ്യുന്ന ആളല്ലേ? ഞാൻ പോയിട്ടുണ്ട്. ഞാനൊരു ബുദ്ധമത വിശ്വാസിയാണ്.
പക്ഷേ ഞാൻ പ്രവാചകൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് കുറേ യാത്ര നടത്താൻ ആഗ്രഹിക്കുകയും അങ്ങനെയാണ് യാത്ര നടത്തി ഒരു അമുസ്ലിമിന് സഞ്ചരിക്കാവുന്ന ദൂരങ്ങളൊക്കെ ഞാൻ സഞ്ചരിച്ച് ബുദ്ധൻ്റെ വെളിച്ചത്തിലൂടെ പ്രവാചകനെ വായിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞാൻ അറേബ്യയിൽ യാത്ര ചെയ്യുകയും മരുഭൂമിയിലെ തേനറകൾ എന്ന് പറയുന്നൊരു പുസ്തകം രചിക്കുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ടുള്ള യാത്രയിൽ ഞാൻ മദായിൻ സാലിഹിൽ പോയി. മദായിൻ സാലിഹിൽ ഞാൻ പോയി. മദായിൻ സാലിഹ് എന്ന് പറയുന്ന സ്ഥലത്ത് നബാത്യൻസ് എന്ന് പറയുന്ന അതിപൗരാണിക ജനസമൂഹത്തിൻ്റെ ഒരു ഗോത്രങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ് മദായിൻ സാലിഹ്. സാലിഹ് നബിയായിട്ട് ബന്ധപ്പെട്ട അറിയാലോ, അതൊക്കെയാണ് അവിടെ ഉള്ളത്. അത് പെട്രയുടെ തുടർച്ചയാണ്. ജോർഡാൻ്റെ ബോർഡർ വരെ ഞാൻ പോയി. അപ്പോൾ പെട്രയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാ സംസ്കാരങ്ങളും ഇങ്ങനെ കൂടിക്കലർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് ആശയമാണ് എന്ന് പറയാം. അത് ഇസ്ലാം എന്താ വെച്ചാൽ ഇസ്ലാമും വലിയ സ്വാധീനം ചെലുത്തും. ലോക നാഗരികതയെ ഏറ്റവും അഗാധമായി സ്വാധീനിച്ച ഒരു മതവിശ്വാസത്തിൻ്റെ പേരാണ് ഇസ്ലാം. പറയാതിനോട് യാതൊരു കാര്യമില്ല. അത് തന്നെയാണ് അത്രയേറെ സ്വാധീനിച്ചത്. ഏതൊക്കെ മേഖലയിൽ? ഞാൻ വേറെ കാര്യം കിട്ടും. ഞാൻ ചിത്രകലയെക്കുറിച്ച് പഠിക്കുന്ന ആളാണ്. അപ്പോൾ ഈ അബ്സ്ട്രാക്ഷൻ എന്ന് പറയും, രൂപാധിഷ്ഠിതമായിട്ടുള്ള, അല്ലെങ്കിൽ അറിയില്ലേ, രൂപങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അമൂർത്തമായിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ, അതിനെയാണ് അമൂർത്ത കല എന്ന്, അബ്സ്ട്രാക്ഷൻ. അപ്പോൾ യൂറോപ്പിൽ അബ്സ്ട്രാക്ഷൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, അതിൻ്റെ അന്വേഷണം നടത്തുമ്പോൾ അനിവാര്യമായി എത്തിച്ചേരുന്നത് ഇസ്ലാമിക് സ്പെയിനിലാണ്. ഇസ്ലാമിക് സ്പെയിൻ എങ്ങനെയാണ് അമൂർത്തതയെ സ്വാധീനിച്ചത് എന്ന് അത്ഭുതകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പിക്കാസോൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് മത്തീസെ. മത്തീസെ എന്ന് പറയുന്നത് പിക്കാസോൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അജ്ഞാതനായ ചിത്രകാരനാണ്. അദ്ദേഹത്തെ സ്വാധീനിച്ചെന്താണെന്നറിയോ? പേർഷ്യൻ പരവതാനികളാണ്. ഒരു കലാരൂപമാണ്. എനിക്ക് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ബഹ്റിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയ പരവതാനി, മുസലല്ലേ അല്ലേ ഈ നിസ്കരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലേ, അത് ഞാൻ ചെറുത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചു. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു, അങ്ങക്ക് ഇത് എന്തിനാണ് ചോദിച്ചു. പറഞ്ഞു, ഞാൻ അതിലെഴുതപ്പെട്ട ഈ അറബി ലിപികളുണ്ട്, അത് യഥാർത്ഥത്തിൽ അതീവ സൗന്ദര്യാത്മകമായ ആവിഷ്കാരമാണ്, കലാസൃഷ്ടിയാണ്. അതുകൊണ്ട് അറബി വായിക്കാൻ അറിയാത്ത ഞാൻ ആ ചെറിയ പരവതാനിയെ ഒരു ആർട്ട് പീസായിട്ട് കൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത്. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കല എങ്ങനെയാണ്? അപ്പോൾ മത്തീസേൻ്റെ ചിത്രകല ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് പേർഷ്യൻ പരവതാനികളാണെന്ന് കാണാൻ പറ്റും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഈ പറയുന്ന പ്രതിമ എന്നാണ് ഐക്കണായി. പ്രതിമകളെ നിഷേധിച്ചു എന്ന് പറയുന്നത് കലാസൃഷ്ടികളായിട്ട് പ്രതിമകളൊന്നും അല്ല നിഷേധിച്ചത് കേട്ടോ. ആരാധന ബിംബാക്കാൻ പാടില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആളുകൾ ധരിച്ചുള്ളത് സൗദി അറേബ്യയിലൊന്നും കലാസൃഷ്ടികളില്ല, ചിത്രം വരയ്ക്കാൻ പാടില്ല, ചിത്രം വരച്ചാൽ കൈവിട്ടു. എന്തൊരു മോശപ്പെട്ട പ്രചരണങ്ങളാണ് നടക്കുന്നത്. സഫിയ ബിൻ സാഗർ എന്ന് പറയുന്ന വിഖ്യാത ചിത്രകാരിയുടെ മ്യൂസിയം ഉള്ളത് ഏത് കാലഘട്ടത്തിലാണ് അവർ ചിത്രം വരയ്ക്കുന്നത്? 60കളിലാണ് അവർ ജനനം തന്നെ. വലിയ വിഖ്യാത ചിത്രകാരിയാണ് അവർ. അവിഖ്യാത ചിത്രകാരിയുടെ മ്യൂസിയം ഉണ്ട് അവിടെ, അവരുടെ ചിത്രങ്ങളുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് സ്ത്രീകൾ ചിത്രം വരച്ചതെന്ന് കാണാൻ പറ്റും. ഞാൻ അസീർ മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കലാഗ്രാമത്തിൽ പോയി, അവിടെ ഞാൻ ഒത്തിരി വിഖ്യാത ചിത്രകാരന്മാരെ കണ്ടു. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രതിമ രൂപങ്ങളെ, രൂപാധിഷ്ഠിതമായ ചിത്രകലയെ നിഷേധിച്ചപ്പോൾ അതൊരു വലിയ സാധ്യതയായി, അമൂർത്തതയായി അത് പരിണമിച്ചു. പള്ളികളിലൊക്കെ നമ്മൾ കാണുന്ന അമൂർത്തതയുടെ ആവിഷ്കാരങ്ങൾ നോക്കിയാൽ മതി. ഇതൊക്കെ പഠിക്കണം. സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചാൽ നമ്മുടെ മൗഢ്യങ്ങൾ ഇങ്ങനെ താനെ ഇല്ലാതെയാവും. അപ്പോൾ ഹൈദരാബാദിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. 1857 നമ്മുടെ ശിപ്പായി ലഹള എന്ന് പറയുന്ന മിററ്റ് റിവോൾട്ടിന് ശേഷമാണ് വിഖ്യാതനായ ഈ പോരാളിയെ, വലിയ സൂഫി, ധാരാളം കവിതകൾ എഴുതിയാൾ, മഹാപണ്ഡിതൻ, വലിയ ഗ്രന്ഥകർത്താവൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തെ അൻഡമാനിലേക്ക് നാടുകടത്തുകയും 10 മാസം 13 ദിവസം അൻഡമാനിലെ ജയിലിൽ കഴിഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കബറിടം നേരത്തെ ഞാൻ ഈ ബന്ദനവാസ് ഗിസുദിറാസിൻ്റെയൊക്കെ കബറിടത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ
ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ഖബർസ്ഥാൻ പോലെ അൻഡമാനിൽ എല്ലാ ജനവിഭാഗക്കാരും സന്ദർശിക്കുന്ന ഒരു ഖബറിടമായി. ഞാൻ കേട്ടത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ചോറ് കൊടുക്കാൻ പോലും, കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ പോലും ഈ അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിലേക്ക് വരുന്നു. നല്ലതല്ലേ? ആരെയാണ് ആരാധിക്കുന്നത്? ആദരിക്കുന്ന ആരെയാണ് അവർ? ആദരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ മഹാപണ്ഡിതന്മാർ, ഉറുദു പണ്ഡിതൻ, കവി, ഗ്രന്ഥകാരൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ മനുഷ്യനല്ലേ. അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരതല്ലേ. എപ്പോഴും നമ്മൾ ആലോചിക്കും പേർഷ്യൻ അതിന് വെച്ച് നമ്മളിന്ന് ബിരിയാണി നമ്മുടെ സ്വാദോടുകൂടി ഭക്ഷിക്കുന്നില്ലേ ബിരിയാണി അല്ലേ? ബിരിയാണി എങ്ങനെയാണ് ശേഷിച്ചത്? ഡാരിയസൊക്കെ ആക്രമണം കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ ബിരിയാണി ശേഷിച്ചു. പിന്നെ ഉറുദു എന്ന് പറയുന്ന ഒരു ഭാഷയ്ക്കത് കാരണമായി. ഇപ്പോൾ ഡെക്കാനി ഭാഷ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ബിജാപ്പൂർ സൈഡിലൊക്കെ എപ്പോഴെങ്കിലും പഠിക്കുമ്പോൾ ഡെക്കാനി സുൽത്താൻമാർ, അവിടുത്തെ ഹിന്ദു വിഭാഗത്തിൽ ഇടപെട്ട ആളുകളൊക്കെ തന്നെ സംസാരിച്ചിരുന്ന ഒരു സവിശേഷ ഭാഷയുണ്ട്. അത് ഡെക്കാനിയാണ്. അത് ഉറുദും കന്നഡയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വല്ലാത്തൊരു തരം സങ്കര ഭാഷ. അത് കൂടിച്ചേരലിൻ്റെ അസാധാരണമായ സൗന്ദര്യം ഉണ്ടായിരുന്നു. ആണ് ഡെക്കാനി ഭാഷ. അങ്ങനെ തന്നെ ഉണ്ടാവുക. ഇപ്പോൾ വക്കീൽ, ഓണമള്ളി ഉസ്താദ് വക്കീലും കൂടിയാണല്ലോ. വക്കീൽ എന്ന് പറഞ്ഞ ഭാഷ അറബ് ബന്ധത്തിലൂടെയല്ലേ വരുന്നത് അല്ലേ? ഉറൂബ് എന്ന് പറയുന്ന വിഖ്യാതനായ നോവലിസ്റ്റ്, അദ്ദേഹം തന്നെ തൂലികാനാമമായി പി സി കുട്ടിക്കൃഷ്ണൻ സ്വീകരിക്കുന്നത് ഉറൂബ് എന്ന് പറയുന്ന അറബ് പദമാണ്. മങ്ങൂഴം എന്ന് ഏതാണ്ടൊക്കെ അർത്ഥം പറയാവുന്ന ഒരു വാക്ക്, അതല്ല അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനെന്തൊരു സൗന്ദര്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ. ഇപ്പോൾ കാലിഗ്രാഫി, അറബി കാലിഗ്രാഫി ഇപ്പോൾ ഒരു വലിയ കലാപ്രസ്ഥാനം തന്നെയായിട്ട് രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് സംസ്കാരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ജൂതമതം ഇവിടേക്ക് വന്ന കാര്യം പറഞ്ഞു അല്ലേ? തൃശ്ശൂർ ജില്ലയിലുണ്ടായില്ലേ? വലിയൊരു ജൂത വിഭാഗക്കാർ ഇവിടെ ഉണ്ടായി, എറണാകുളത്തുണ്ടായി. ഏറ്റവും രസകരമായൊരു കാര്യം, നമ്മളെപ്പോഴും പറയുന്നത് ഈ ജൂതമത വിശ്വാസികൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, അവർ ഭയങ്കര പ്യുവറാണ്, കൺവേർഷൻ ഉണ്ടാകില്ല എന്നാണ്. അത് ശരിയല്ല. കൺവേർഷനുണ്ട്. കൺവേർഷൻ ഉള്ളത് കൊണ്ടാണ് ജൂതപ്പള്ളി ഭവനം എന്ന് പറയുന്നത്. എറണാകുളത്ത് സിനഗോഗിനടുത്ത് ജൂതപ്പള്ളി ഭവനമുണ്ട്. ജൂതപ്പള്ളി ഭവനം എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആരാധനയ്ക്ക് വേണ്ടി വരാനുള്ളതാണ് ജൂതപ്പള്ളി ഭവനം എന്ന്. അപ്പോൾ ആരാശയം വെറുതെ പറയാം, കൺവേർഷൻ ഉണ്ടാവും. ഇപ്പോൾ ബ്ലാക്ക് ജ്യൂസ് എന്ന് പറയുന്നത്, ഞാൻ മൊസാംബിക്കിൽ പോയപ്പോൾ ഒരു ജൂത പള്ളിയിൽ സിനഗോഗിൽ പോയപ്പോൾ അവിടേക്കെല്ലാം കറുത്ത വർഗ്ഗക്കാരായ ആളുകളാണ് അവിടെയുള്ളത്. അപ്പോൾ കൺവേർഷൻ ഉണ്ട്, സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. അല്ലാതെ ലോകം മുഴുവൻ ലോകത്ത് അത്ഭുതകരമായിട്ട് അങ്ങനെ ഉണ്ടായതോ കൺവേർഷൻ സാധ്യമല്ലാത്തതായിട്ടുള്ള മതവിശ്വാസമാണെന്നുള്ള ആശയപ്രചരണത്തിന് ഒരു അർത്ഥവുമില്ല. എല്ലാം ഈ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വന്നത് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ സാമുറിൻസ് അന്ന് മതപ്രബോധകരായിട്ട് വന്ന ആളുകളെ, ഇസ്ലാമിക മതപ്രബോധകരായി വന്ന ആളുകളെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക മാത്രമല്ല, അവർക്ക് ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് സാമുറിൻസ് പറഞ്ഞു എന്ന്. പല സാമൂതിരിമാരും ഒന്നാം തരമായി അറബി ഭാഷ സംസാരിക്കുമായിരുന്നു എന്ന്. അവരെന്തിനാണ് പഠിച്ചത്? അവർക്ക് അനിവാര്യമാണ്. കാരണം സാമൂതിരി രാജ്യത്തിൻ്റെ സമ്പത്ത് നിലനിർത്തുന്നതിൽ കച്ചവട സമൂഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ആ കച്ചവട സമൂഹം അറബ്സാണ്. ഇപ്പോൾ നിങ്ങൾ മാമാങ്കം എന്ന് പറഞ്ഞ് കേട്ടില്ലേ അല്ലേ? ആ മാമാങ്കം യഥാർത്ഥത്തിൽ മാമാങ്കം എന്താ? മാമാങ്കം ഒരു സാംസ്കാരിക ഉത്സവം മാത്രമല്ല, മാമാങ്കം ഒരു ട്രേഡ് ഫെയറാണ്. ആ മാമാങ്കം ഇതിൽ 12 കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന മാമാങ്കത്തിൻ്റെ ഭാഗമായി വലിയ വ്യാപാരം നടക്കും. ആ വ്യാപാരത്തിൻ്റെ ഭാഗമായി കിഴക്കൻ ഏറനാട്ടിലെ കരുവാന്മാർ ഊത്താലകളിൽ നിന്ന് ശുദ്ധീകരിച്ചെടുത്തിട്ടുള്ള ഇരുമ്പ് കൊണ്ടുള്ള പോർച്ചട്ടകൾ വരെ അവിടെ വിൽക്കുമായിരുന്നു എന്നും, ആ പോർച്ചട്ട എവിടേക്കെത്തി? അത് റോമിലേക്ക് വരെ എത്തി എന്നാണ്. ഇത് വെറും സങ്കല്പത്തിലെ ചരിത്രമാണ്. ഉളുവനാട് രാജാവുമായി ഇരുമ്പിൻ്റെ ഖനനത്തിനു വേണ്ടി 19-ാം നൂറ്റാണ്ടിൻ്റെ
ആദ്യ പാദത്തിൽ കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട് ഒരു ഇറ്റാലിയൻ കമ്പനി. അപ്പോൾ നോക്കൂ നിങ്ങൾ എവിടേക്കാണ് പോകണം? അപ്പം നമ്മുടെ നാട്ടിൽ വരുന്ന ഈ ഫാസിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കടുത്ത വംശീയത കൊണ്ടുവരികയാണ്. അതിന് ചരിത്രത്തെ നിഷേധിക്കണം. ഇപ്പം ഞാൻ എൻ്റെ പുസ്തകം ഇപ്പോൾ ഓണംപള്ളി ഉസ്താദ് എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. കാരണം ഞാൻ ഈ 1921 മലബാർ കലാപത്തെക്കുറിച്ച് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ യാത്ര ചെയ്ത് പുസ്തകം എഴുതാൻ കാരണം അതൊരു ഹിന്ദു മുസ്ലിം ലഹളയാണ് എന്ന തലത്തിൽ സംഘപരിവാറുകാർ ഒരു വലിയ കഥയുണ്ടാക്കിയപ്പോൾ ആ കഥ പൊളിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. അതിനുവേണ്ട യാത്രയിൽ ഞാൻ വിസ്മയകരമായ ചില കാര്യങ്ങൾ കണ്ടെത്തി. ആ വിസ്മയകരമായ കാര്യങ്ങളിൽ നിന്ന് വാര്യംകുന്നത്തിൻ്റെ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരിലൊരാൾ പണ്ടിയാട്ട് തെക്കേക്കളം നാരായണ നമ്പീശനായിരുന്നു എന്ന ഒരു കണ്ടെത്തൽ ഞാൻ നടത്തി. സത്യത്തിൽ ഒരു RSSകാരൻ എന്നോട് സംഘപരിവാർ സൈദ്ധാന്തികം പറഞ്ഞ പുസ്തകം ഗംഭീരമായിട്ട് ഞങ്ങളെ വല്ലാതെ പ്രതിരോധത്തിലാക്കി നിങ്ങൾ. പക്ഷേ പുസ്തകം ഗംഭീരമായിട്ടുണ്ട്. ഒരു പറഞ്ഞാൽ ഞങ്ങളെ ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളുടെ ബുക്കാണ്. കാരണം പൂന്താനം രാമൻ നമ്പൂതിരി വാര്യംകുന്നത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള ഈ നിങ്ങളെ കണ്ടെത്തൽ ഞങ്ങൾക്ക് വലിയ തലവേദന ഉണ്ടാക്കും. അതുവരെ ഉണ്ടായിരുന്ന ഒരു മിത്ത് നമ്മൾ പൊളിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ തന്നെ ഈ കൊടുക്കൽ വാങ്ങലുകളാണ്. നിങ്ങൾ കൊണ്ടോട്ടി നോക്കുക. കൊണ്ടോട്ടി തങ്ങളുടെ ചരിത്രം എന്ന് പറയുമ്പോൾ യാത്രയുടെ ചരിത്രമാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ചരിത്രം. എത്ര ദൂരമാണ് അദ്ദേഹം യാത്ര ചെയ്ത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇപ്പം യമൻ ഇന്ന് കാണുന്ന ഹുത്തി അവരുടെ മാത്രമല്ല യമൻ സംസ്കാരത്തിൻ്റെ വലിയൊരു ഭൂപ്രദേശമാണ് അല്ലേ യമൻ. ആ യമനിലെ പുരാതനമായിട്ടുള്ള ഹദ്രമി ഗോത്രങ്ങളുടെ സഞ്ചാരം തന്നെ എടുത്ത് പരിശോധിച്ചാൽ മതി. ഹദ്രമി ഗോത്രങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്ക് സമീപകാലത്ത് കേട്ട ഏറ്റവും നല്ല പുരസ്കാര വാർത്ത ഈ ഇൻഫോസിസ് പുരസ്കാരം കിട്ടല്ലോ മഹമ്മൂദ് കൂരിയ എന്ന് പറയുന്ന അല്ലേ ഒരു യുവ. അദ്ദേഹം ശരിക്ക് ഇസ്ലാമിക ചരിത്രത്തിലും ജമാഅത്ത് ദാറുൽഹുദയുടെ സ്റ്റുഡൻ്റ് കൂടിയാണ്, അവിടുത്തെ സൃഷ്ടിയാണ് അദ്ദേഹം. അതേ ഇൻഫോസിസ് പുരസ്കാരം നേടുകയാണ് അല്ലേ. ജമാഅത്ത് ദാറുൽഹുദയിൽ നിന്ന് പഠിച്ച് പിന്നീട് വലിയ ഉയരത്തിലേക്ക് പോയി വലിയ ആകാശങ്ങൾ കീഴടക്കി യുവചരിത്രകാരനുള്ള വലിയ പുരസ്കാരം ഇൻഫോസിസ് പുരസ്കാരം നേടുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ തന്നെയാണ്. പക്ഷെ അവരെന്താ കൊണ്ടുവന്ന് യമനിലേക്ക് കൊണ്ടുവരുമ്പോൾ മമ്പർ തങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ. അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും സുപ്രധാനമായ മാറ്റം എന്താ? അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും സുപ്രധാനമായ ഒരു മാറ്റമുണ്ട്, കേരളത്തിൽ പഠിക്കണം. ആ പ്രധാനപ്പെട്ട മാറ്റം സ്ത്രീകൾ മാറുമറയ്ക്കണം. ദളിത് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ദളിത് സ്ത്രീകൾക്ക് മാത്രമല്ല അതില്ലാതിരുന്ന് നമ്പൂതിരി സ്ത്രീകൾക്കും ഇതില്ലായിരുന്നു. മനസ്സിലായോ? നമ്പൂതിരി സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാട് തൻ്റെ ആത്മകഥയിൽ എഴുതുന്നൊരു കൗതുകകരമായ കാര്യമുണ്ട്. അദ്ദേഹം വേളിക്ക് വേണ്ടിയിട്ട് പോകുകയാണ്, ഭാര്യ വീട്ടിലേക്ക് പോകുകയാണ്. അദ്ദേഹം കൊണ്ടുപോയ 2 സാധനങ്ങളാണ്. ഒന്ന് അവിടുത്തെ നമ്പൂതിരി സ്ത്രീകൾക്ക് ധരിക്കാനുള്ള ജമ്പറും മറ്റൊന്ന് ശീലക്കുടയാണ്. അദ്ദേഹം എഴുതി വയ്ക്കുകയാണ് ശീലക്കുട. അത് ഇന്ന് നമുക്ക് അത്ര ചെറുതായിട്ട് തോന്നുമെങ്കിലും അത് ഏത് തരത്തിലുള്ള വിപ്ലവ പ്രവർത്തനമായിരുന്നു എന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ മമ്പുറം തങ്ങൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരാശയം അതായിരുന്നു. അതിലേക്ക് അദ്ദേഹത്തെ നയിച്ചെന്താ? അത് ഇസ്ലാമിൻ്റെ സ്വാധീനമാണ്. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. അതുകൊണ്ട് എല്ലാവരും സ്ത്രീകൾ മാറുമറയ്ക്കണം എന്നത് തന്നെയാണ് ഒരാശയം. ഇതിനെ ടിപ്പു പറഞ്ഞത്. ടിപ്പു 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സ്ത്രീകൾ മാറുമറയ്ക്കണം. കാരണം എന്താ? എൻ്റെ പ്രവിശ്യയിൽ എൻ്റെ രാജ്യത്ത് മാറുമറയ്ക്കാത്ത സ്ത്രീകൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും മാറുമറയ്ക്കാനുള്ള ചേല നൽകും. രണ്ടാമത്തെ ആശയം എന്താ? ചേലകലാപം. അതിനെതിരായിട്ട് നായർ പടയാളികളൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കി. അതാണ് ചേലകലാപം. ചെറുകലാപത്തിലേക്ക് നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ദളിത് സ്ത്രീ മമ്പുറ തങ്ങളുടെ സ്വാധീനത്താൽ മാറുമറച്ചപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഫ്യൂഡൽ പ്രഭുത്വം ആ ജാക്കറ്റ് വലിച്ചു കീറിയതാണ് ചെറൂർ പടയിലേക്ക് നയിക്കുന്നൊരു കാരണം. മറ്റൊന്ന്,
ഈ ടിപ്പു കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരാശയം, അദ്ദേഹം കൊണ്ടുവന്ന നികുതി സമ്പ്രദായം ഉണ്ടല്ലോ. ആ നികുതി സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ ധാരാളം പറയെങ്കിലും, ടാക്സേഷനെക്കുറിച്ച് നമ്മൾ ധാരാളം പറയെങ്കിലും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹമാണ് ടിപ്പുവിൻ്റെ ആധിപത്യ കാലഘട്ടത്തിലാണ് അതേവരെയുള്ള ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായി അദ്ദേഹം ഒരാശയം കൊണ്ടുവന്നത്. ഇനി മുതൽ കുടിയിറക്കാൻ പറ്റില്ല, ആരും മേർച്ചാർത്ത് പറ്റില്ല. നിങ്ങൾ സുപ്രഭാതത്തിൽ വന്നിട്ട് ഫ്യൂഡൽ തമ്പുരാക്കന്മാർ വന്നിട്ട് കുടിയിറക്കാൻ പറ്റില്ല, നടക്കില്ല. എൻ്റെ രാജ്യത്ത് നടക്കില്ല. എന്താ കാരണം? ഞാനൊരു മുസൽമാനാണ്. എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്താ? കൃഷിഭൂമിയുടെ അവകാശം കൃഷി ചെയ്യുന്നവനാണ് എന്നാണ് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മുഹമ്മദ് നബിയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃഷിഭൂമിയുടെ യഥാർത്ഥ അവകാശി ആ മണ്ണിൽ പണിയെടുക്കുന്നവനാണ് എന്ന് പറഞ്ഞ ലോകത്തെ ആദ്യത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നുകൂടി നമ്മൾ കാണണം. അങ്ങനെയാണ് ആശയങ്ങൾ വരുന്നത്, അങ്ങനെയാണ് സംസ്കാരങ്ങൾ മാറുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, യമനിൽ നിന്ന് മമ്പുറത്തേക്ക് വന്ന ഒരു സൂഫി വര്യൻ എങ്ങനെയാണ് കേരളത്തിൽ മാറ്റിമറിച്ചത്, ആശയങ്ങളെ മാറ്റിമറിക്കാൻ എങ്ങനെ ഒരു ചാലകശക്തിയായി മാറി എന്നതുകൂടി നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഈ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കണം. അതാണ് ഈ മാലിക്കി ഫെസ്റ്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരത്തിലുള്ള ആധാന പ്രധാനങ്ങൾ വളരെ പ്രധാനമാണ് എന്നും അതിനെക്കുറിച്ച് ആഴമേറിയ പഠനം നടക്കേണ്ടതുണ്ട് എന്ന്. ഇവിടെ എന്നെ ഇതുപോലെയുള്ള ഒരു അറബി കോളേജ് എന്നെ വിളിച്ചത് 1.5 മണിക്കൂർ നേരത്തെ ഒരു പ്രഭാഷണം നടത്തണം എന്ന് പറഞ്ഞു. എന്താ വിഷയം? യാത്ര എങ്ങനെയാണ് സംസ്കാരങ്ങളെ മാറ്റിമറിച്ചത് എന്നതാണ് വിഷയം. അപ്പോൾ പഠിക്കുക. ഞാൻ പറഞ്ഞ അദ്രമി ഗോത്രങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത്. എത്ര ദൂരമാണ് യാത്ര ചെയ്തു വന്ന് ആലോചിക്കുക, എത്ര ദൂരം. ഇപ്പം പ്രീ ഇസ്ലാമിക് പീരീഡിൽ ജാഹിലിയ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ ഉമർ ഖൈസ് എന്ന് പറയുന്ന വിഖ്യാതനായ കവിയെക്കുറിച്ച് പഠിക്കും അല്ലേ. ആ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം സ്ത്രീയുടെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നൊരു കൽപ്പനയുണ്ട്. അത് ഈ കൃഷ്ണമണി ഉണ്ടല്ലോ, അതിന് ഉപമിക്കുന്നത് കുരുമുളകിനോടാണ്. അതിൻ്റെ അർത്ഥം എത്ര ദൂരത്തേക്കാണ് കുരുമുളക്, മലബാറിലെ കുരുമുളക് എത്ര ദൂരം സഞ്ചരിച്ചെത്തി എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പ്ലേഗിനെ കുറിച്ച് ഞാൻ കൗതുകകരമായൊരു പഠനം നടത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്. പ്ലേഗാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുരുമുളകിനെ കറുത്ത പൊന്നാക്കി മാറ്റിയത് കേട്ടോ. പ്ലേഗാ എന്താ വെച്ചാൽ അതേവരെ ഉണ്ടായിരുന്ന കുരുമുളകിൻ്റെ ഉപയോഗം മാംസ സംസ്കരണത്തിന് ഉപയോഗിച്ചിരുന്നു. ഇറച്ചി കേടുവരാതിരിക്കാൻ കുരുമുളക് പൊടി വിതറുക, അങ്ങനെ സൂക്ഷിക്കും. അങ്ങനെയാണ് ആദ്യം ഉപയോഗിച്ചത്. പ്ലേഗ് വന്നപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ കുരുമുളക് കൊണ്ട് സൂപ്പുണ്ടാക്കി കുടിക്കുക, കുരുമുളക് കത്തിച്ച് പുകയ്ക്കുക. അതെ, കുരുമുളക് കൊണ്ട് സൂപ്പുണ്ടാക്കി കുടിക്കുക, കുരുമുളക് കത്തിച്ച് പുകയ്ക്കുക. ആ സൂപ്പ് പ്ലേഗിൻ്റെ പല കാലഘട്ടങ്ങളിലൂടെ ആ സൂപ്പങ്ങ് കുടിച്ച് അവസാനം കുരുമുളകിൻ്റെ എരിവില്ലാതെ ഒരു ഭക്ഷണം സാധ്യമല്ല എന്ന തരത്തിലേക്ക് യൂറോപ്പ് മാറുകയും ഒരു രോഗം അസാധാരണമാംവിധം കുരുമുളകിന് മൂല്യം കൊണ്ടുവരികയും ചെയ്തു എന്നുകൂടി നമ്മൾ കാണണം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, രോഗത്തിൻ്റെ സ്വാധീനം നോക്കുക. ഏതൊക്കെ തരത്തിലാണ് സ്വാധീനങ്ങൾ, ഓരോന്നിൻ്റെ സ്വാധീനങ്ങൾ ആലോചിച്ച് നോക്കുക. സാഹിത്യത്തിൽ എത്ര. ഇപ്പോൾ പ്ലേഗിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ആൽബർട്ട് കാമുവിൻ്റെ പ്ലേഗ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇനി ഏറ്റവും രസകരമായൊരു കാര്യം, ഈ കോളറ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ലോകത്തൊരു പുതിയ ആശയം, ശാസ്ത്രീയ ആശയം വരുന്നത്. കോളറയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വെള്ളം തിളപ്പിച്ച് ചൂടാറ്റി കഴിക്കുക എന്നുള്ളതാണ്. ഇത് വരുന്നത് കോളറയിലൂടെയാണ്. ആലോചിച്ചു, ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് എന്ന് വെച്ചാൽ കോളറ ജലജന്യമായിട്ടുള്ള ഒരു രോഗമാണ് എന്നും ആണ്ട് ഈ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ രോഗം ഇല്ലാതെയാവുന്നു, ആ രോഗമാണ് മരിക്കുമെന്നും ആണ്ട് ഈ തിളപ്പരിച്ചാറ്റിയ വെള്ളം കഴിച്ചാൽ മതി ഈ രോഗത്തെ പ്രതിരോധിക്കാമെന്ന ഒരാശയം രൂപപ്പെട്ടു വരിക. പക്ഷേ ഏറ്റവും കൗതുകകരമായൊരു കാര്യം,
ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ കോളറ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ലോകത്തൊരു ക്ലാസിക് ഉണ്ടായി. അതാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിൻ്റെ ലവ് ഇൻ ദ ടൈംസ് ഓഫ് കോളറ എന്ന് പറയുന്ന അസാധാരണമായ നോവൽ. അപ്പോൾ രോഗങ്ങൾ എങ്ങനെയാണ് അജ്ഞാനങ്ങളായിട്ട് മാറുന്നത് അല്ലേ? നമ്മൾ ആസ്തക് ഇൻകാ സംസ്കാരങ്ങളെക്കുറിച്ച് കുട്ടികൾ പഠിക്കുമല്ലോ അല്ലേ? ആസ്തക് ഇൻകാ സംസ്കാരങ്ങൾ ഭൂമുഖത്തു നിന്ന് സമ്പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായതിൻ്റെ കാരണം എന്തായിരുന്നു? വസൂരി എന്ന് പറയുന്ന രോഗമാണ്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ പഠിക്കുക. വസൂരിയെക്കുറിച്ചുള്ള എന്താ പറയുക ഫൈൻഡിങ് ചില പുസ്തകങ്ങളിലൂടെ രേഖപ്പെടുത്തി വെച്ച ചരിത്രം വെച്ച് നോക്കിയാൽ തന്നെ 3000 കൊല്ലത്തെ പഴക്കമുണ്ട്. 3000 കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിന് വാക്സിൻ ഉണ്ടാവുന്നത്. എന്നിട്ടാണ് 1 കൊല്ലം കൊണ്ടുണ്ടാക്കിയ വാക്സിന് മഹത്വം ഉണ്ടാകുന്നൊക്കെ ഏത് ശാസ്ത്രം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു രോഗത്തിൻ്റെ വാക്സിനൊക്കെ വരണമെങ്കിൽ എത്രയോ വർഷങ്ങൾ അനിവാര്യമാണ്. 3000 കൊല്ലം പഠിച്ചിട്ടാണ് അല്ലേ ഒരു വാക്സിൻ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ആ വാക്സിൻ എടുത്ത ആൾക്ക് ഞാൻ അതിൻ്റെ ഏരിയയാണ്. കാരണം എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നുകൊണ്ട് മാത്രം എനിക്ക് വാക്സിൻ എടുക്കേണ്ടി വന്നു. ഞാൻ അതിൻ്റെ ഏരിയയാണ്. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ വാക്സിന് ഒരു ഉത്തരവാദിയില്ല അല്ലേ? സർക്കാർ ഉത്തരവാദിയില്ല, സയൻറ്റിസ്റ്റുകൾ ഉത്തരവാദിയില്ല, ആരും ഉത്തരവാദിയില്ല. അതിൻ്റെ വേദനകൾ ശാരീരിക വിഷമങ്ങളിലൂടെ കടന്നു പോവുക. ഞാൻ പറയുന്നതൊക്കെ തന്നെ എന്തും രോഗവും സാഹിത്യഭാവനയും അല്ലെങ്കിൽ രോഗവും കലാഭാവനയും എന്നൊക്കെ തന്നെ വലിയ അന്വേഷണങ്ങളിലേക്ക് മാറണം. അതുകൊണ്ട് സൗന്ദര്യാത്മകമായ ദാർശനികമായ അന്വേഷണങ്ങളായി ഇത്തരത്തിലുള്ള ഓരോ ഫെസ്റ്റിവലും മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാലിക് ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി. അടുത്തതായി വേദിയിൽ ഒരു സപ്ലിമെൻ്റ്